തുടർച്ചയായി വിമാന സർവീസുകൾ റദ്ദാക്കിയതിൽ വിസ്താരയോട് റിപ്പോർട്ട് തേടി കേന്ദ്ര വ്യോമയാന മന്ത്രാലയം. ഒരാഴ്ചയ്ക്കിടെ 100-ലേറെ സർവീസുകളാണ് ഭാഗികമായോ പൂർണ്ണമായോ തടസ്സപ്പെട്ടത്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ബൽറാം, എന്താണ് വിസ്താരയോട് വിശദീകരണമായി ആവശ്യപ്പെട്ടിരിക്കുന്നത്? വേണു, കഴിഞ്ഞ ഒരാഴ്ചക്കിടെ മാത്രം വിസ്താര കമ്പനിയുടെ 100ഓളം സർവീസുകൾ വൈകുകയോ അല്ലെങ്കിൽ പൂർണ്ണമായും തടസ്സപ്പെടുകയോ ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ട് തന്നെ ഉണ്ടാവുകയും സമൂഹ മാധ്യമങ്ങളിലടക്കം കടുത്ത വിമർശനങ്ങളും പരാതികളും ഉയരുകയും ചെയ്തിരുന്നു. ഔദ്യോഗികമായി തന്നെ ചില യാത്രക്കാർ വ്യോമയാന മന്ത്രാലയത്തിന് ഇക്കാര്യത്തിൽ പരാതി നൽകിയതായാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ ഒരു പശ്ചാത്തലത്തിലാണ് വ്യോമയാന മന്ത്രാലയം ഇടപെടൽ നടത്തിയിരിക്കുന്നത്. വിസ്താര കമ്പനിയോട് ഈ വിമാന സർവീസുകൾ വൈകാൻ ഇടയായ കാരണം സംബന്ധിച്ചുള്ള വിശദമായ മറുപടി നൽകാൻ ആവശ്യപ്പെട്ടാണ് ഈ വ്യോമയാന മന്ത്രാലയം കത്ത് നൽകിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ സർവീസുകൾ തടസ്സപ്പെട്ടത് എന്നും യാത്രക്കാർക്ക് ഇതുമൂലമുണ്ടായ ബുദ്ധിമുട്ടിൽ എന്ത് തുടർ നടപടി സ്വീകരിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയിക്കാനാണ് കമ്പനിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം തന്നെ തുടർച്ചയായി 2 ദിവസങ്ങളിൽ കൊച്ചിയിലേക്കുള്ള ഡൽഹിയിൽ നിന്നും കൊച്ചിയിലേക്കുള്ള വിമാന സർവീസുകൾ വിസ്താര കമ്പനി റദ്ദാക്കിയിരുന്നു. ഇതിന് പൈലറ്റുകളുടെ കുറവാണ് ഒരു കാരണമായി കമ്പനി ചൂണ്ടിക്കാണിക്കുന്നത്. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.